ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ മലയാളികളും എല്ലാവർക്കും ഇഷ്ടമുള്ളതായ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു മീൻ തീര പറ്റിച്ചതാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 2 കപ്സ് ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നു. പിന്നെ ഇത് ചട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രമായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്ന മീൻ ഒരു 1/2 kg ചെറിയ മീനാണ്. അത് എന്തുവാകാം, മത്തി, നത്തോലി, മുള്ളന്, കുറിച്ചി എന്തുവാകാം. അപ്പോൾ അത് 1/2 kgക്കുള്ള ചേരുവകളാണ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് അരിഞ്ഞത്, ഒരു 5 or 6 നമ്പേഴ്സ് വെളുത്തുള്ളി സ്മോളായിട്ട് അരിഞ്ഞത്, ഒരു ഇഞ്ച് വലിപ്പമുള്ളതായ ഒരു ഇഞ്ചി എടുത്ത് ക്ലീൻ ചെയ്ത് ചോപ്പ് ചെയ്തത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ചും എടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഇങ്ങനെയും ഗ്രീൻ ചില്ലി ഇങ്ങനെയും കട്ട് ചെയ്യുക, അതെല്ലാം നീളത്തിൽ എടുത്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ മുളക് നമ്മളുടെ എരിയുടെ അനുസരിച്ച് ചേർക്കുക. ഇതിന് എരി കുറവായതുകൊണ്ടാണ് ഞാനൊരു 5 നമ്പേഴ്സ് എടുത്തത്. പിന്നെ ഒരു 3 ചെറിയ വറ്റൽമുളക്, അതിൻ്റെ സീഡ്സ് എല്ലാം ഞാൻ റിമൂവ് ചെയ്ത ശേഷം എടുത്തതാണ് വറ്റൽമുളക്. പിന്നെ അല്പം കറി ലീഫ്, ഒരു 3 തണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് ടർമറിക് പൗഡർ. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. അതിലേക്ക് ഞാൻ മീൻ എടുത്തിടുന്നു. മീൻ പതുക്കെ തടിയുള്ള തവിയിട്ട് ചെയ്താൽ നല്ലത്. അതല്ല ടീസ്പൂണിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഈ 1/2 കിലോ മീന് വേണ്ടി ഒരു 3 മീനിൻ്റെ പുളിയില്ലേ, അത് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 2 ടീസ്പൂണ് പിന്നെ സോൾട്ടിനകത്ത് ഒരു 10 മിനിറ്റ്സ് ഞാൻ കുതിർത്ത് വെച്ചാണ്. അതപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇത് ആഡ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഒരു 2.5 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലൂടെ ചേർക്കുന്നു. ഇത് എഗെയിൻ നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. ഇത് ഞാൻ എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്ക് ചെയ്യാം. ഒരു ആദ്യത്തെ ഫസ്റ്റ് ഒരു 4 മിനിറ്റ്സ് ഇത് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഈ ചട്ടി വെച്ച് ഈ മീൻ വെച്ച് കുക്ക് ചെയ്യുക. പിന്നെ 4 മിനിറ്റ്സ് കഴിഞ്ഞ് പിന്നെ ഫ്ലെയിം ഒരു മീഡിയം ലെവലിലാക്കിയിട്ട് പിന്നീട് ഒരു 5 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ആദ്യം നമ്മൾ അതായത് ഒരു 5 മിനിറ്റ് നേരം ഇത് മൂടി വെച്ച് ക്ലോസ് ചെയ്തിട്ട് കുക്കാക്കുക. പിന്നെ ആഫ്റ്റർ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മൂടി എടുത്ത് മാറ്റിയിട്ട് ഓപ്പണായിട്ട് കുക്ക് ചെയ്യുക. പിന്നെ ഈ ആവശ്യത്തിന് ഉപ്പോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാനത് നമുക്ക് എടുത്ത് നോക്കാം. ഇനി പതുക്കെ എന്തെങ്കിലും ഒരു വുഡൻ ടൈപ്പ് സ്പാറ്റില വെച്ച് പതുക്കെ മീൻ പൊടിയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ വശവും. ഇത് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇടുക. അതിന് ശേഷം നമ്മളുടെ ഈ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ രീതിയിൽ ചെയ്യുക. എഗെയിൻ ഒരു 5 മിനിറ്റ്സ് ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന്
ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്യാൻ മീൻസ് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പീര പറ്റിച്ചോസി കറക്റ്റായിട്ട് പിന്നെ ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്, എല്ലാവർക്കും അറിയാം. ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് ചോറും പച്ചമോരും. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പുട്ടും മീൻ പീര പറ്റിച്ചതും ഇവിടെ നന്നായിട്ട് ഓടുന്ന ഒരിതാണ്. അപ്പം നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടില്ല എങ്കിൽ ഈ പ്രാവശ്യം ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നല്ല ചൂടാണ്. കിച്ചണിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും ഞാനിതിനടുത്ത് ഈ മീൻ കിട്ടിയപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം താങ്ക് യു സോ മച്ച്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുക്ക വരുന്നത് വരെ ടേക്ക് കെയർ. താങ്ക് യു.